രേണു സുധി എന്നുള്ളൊരു ബ്രാൻഡ് നെയിം ഉള്ളത് കൊണ്ട് തീർച്ചയായും. നമസ്കാരം, ഞാനിപ്പം രേണു സുധിന്റെ അടുത്താണ് എത്തിയിരിക്കുന്നത്. റിവേഴ്സ് പോകുമ്പോ ആ കണി ഞാൻ ഒന്ന് കണ്ടേക്കട്ടാ. എന്തിന്? കഷ്ടകാലം ആരംഭിച്ചോന്ന് അറിയാലോ. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ മലയാളികളുടെ ഇപ്പോഴത്തെ സെലിബ്രിറ്റി തന്നെയാണ് രേണു സുധി. കോപ്പാണ് കോപ്പ്. കഞ്ഞി കുടിക്കാൻ വകയില്ലെങ്കിലും ബാധ്യത്തിനൊന്നും ഒരു കുറവില്ല. ഇപ്പൊ ചേട്ടൻ ഇത്രയും ദൂരെ തന്നെ വന്ന് കാണാൻ കാരണം എന്താണ്? ആ രേണു സുധി എന്നുള്ളൊരു ബ്രാൻഡ് നെയിം ഉള്ളത് കൊണ്ട്. തീർച്ചയായും. നീ വെറുതെ ഇല്ലാത്ത പറഞ്ഞുണ്ടാക്കരുത്. ഈ ആൾക്കാരെല്ലാം എന്നെ എടുത്തിട്ട് അല്ലെങ്കിൽ ആ ഒരു പേരെടുത്തിട്ട് പറയണമെങ്കിൽ അതിനകത്ത് റീച്ചാണ്. ആര് പറയുന്നു? ഞാൻ കേട്ടിട്ടില്ലല്ലോ. അസൂയ കൊണ്ട് പലരും പറയാറില്ല, അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നു. ഇപ്പം ഒട്ടുമിക്ക കേരളത്തിലെ മീഡിയക്കാരും ഒക്കെ ആയിട്ട് ഞാൻ നല്ല ഫ്രണ്ട്ഷിപ്പിലാണ് പോകുന്നത്. കണ്ടാ എന്റെ നെഞ്ചത്ത് കൂടെ അവള് ഉലാത്തണത്. ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞ എന്തിനാണ്? രേണുസുധി അങ്ങനെയാണ്, രേണുസുധി ഇങ്ങനെയാണെന്ന് പറയാം. റീച്ചാണ്, അവരുടെ അക്കൗണ്ട് റീച്ചായി. പിന്നെ പാവം, ഇവന്റെ ബലഹീനത മനസ്സിലാക്കില്ലല്ലോ. വലിയ ബുദ്ധിജീവിയാണെന്ന് വിചാരം. തലയ്ക്ക് സുഖമില്ല, എന്താ ചെയ്യാ? ഒരാൾക്ക് റീച്ച് ആകണമെങ്കിൽ ഒന്നും നോക്കണ്ട, കണ്ണടച്ച് രേണുസുധി എന്നുള്ളൊരു ഹാഷ്ടാഗ് ഇടുക, 2 തള്ളക്ക് വിളി വിളിക്കുക. അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. എല്ലാ പൈപ്പറും നല്ല അടിപൊളിയാ. രേണുവിന്റെ പേരിൽ എന്തെങ്കിലും ഒരു വിവാദം അവര് ക്രിയേറ്റ് ചെയ്യുന്നു, ഇല്ലാത്ത കഥകൾ അല്ലേ? അതെ അതെ, തീർച്ചയായും. അപ്പൊ ഇങ്ങനെ ഈ കഥകളിലൂടെ പേര് വരുമ്പോ സ്വാഭാവികമായും രേണുവിന്റെ ഫീലിങ്സ് എന്താണ്? എനിക്ക് ആരോടും ഒരു പിണക്കോ പരിഭവങ്ങളോ ഒന്നുമില്ല. മനസ്സിലായല്ലോ. എനിക്ക് കുറച്ച് പേരുണ്ട് എൻ്റെ ഒപ്പം നിൽക്കുന്ന കുറച്ച്, എൻ്റെ വീട്ടുകാരൊന്നും, എൻ്റെ ചേച്ചിയാണല്ലോ, പിന്നെ എനിക്കൊരു മാനേജറുണ്ട്. എന്തിന്? ഈ 10,000 പേര് എന്നെ പറ്റി നെഗറ്റീവ് പറഞ്ഞാൽ ഈ 4 പേര് എൻ്റെ അടുത്തൊന്ന് എടി ഒന്നുമില്ലടി അല്ലെ അവരോടൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഈ ഫ്രസ്ട്രേഷൻ എന്റെ അലത്തില്ലാതാവും. നിങ്ങക്ക് മലയാളം അറിയാമോ? അറിയാം. എന്നാ പിന്നെ മലയാളത്തിൽ പറഞ്ഞാ പോരെ. അറിയാവുന്നടുത്ത് പറഞ്ഞ ഇയാളുടെ തലക്കെട്ടടിക്കും. ഹലോ, ടെസ്റ്റിംഗ്. ഇതൊക്കെയാണല്ലോ. ഇത് ഏത് ഭാഷ? ഒന്ന് വിവാദം ഒന്ന് കുറഞ്ഞൊന്ന് താന്ന് വേറെ വല്ല പരിപാടിക്ക് പോകുന്ന അടുത്ത രേണു അടുത്ത വന്നിട്ടുണ്ട് കേട്ടോ, പിന്നെ ഇതുപോലെ തന്നെ എയറിലോട്ട് കയറും. അത് കയ്യിലിരിപ്പിന്റെയാ. രേണു സുധി വിത്ത് വിവാദം, എയറിലാക താഴെ വരിക, വീണ്ടും എയറിലാക താഴെ വരിക. വരാതെ പോയതിനെ ഫ്ലിപ്കാർട്ടിലൂടെ ഓർഡർ ചെയ്ത് വരുത്തിയതല്ലേ? ചോദിച്ചു മേടിച്ചതാ സാറേ. ഇപ്പം ആരാണ് സബ്സ്ക്രിപ്ഷൻ ചെയ്യാത്ത തുടങ്ങാത്ത? അങ്ങനെ പറയരുത്, എല്ലാവരും കാണരുത്, എല്ലാവരും അത്രക്കാരല്ല. ഒട്ടുമിക്ക സെലിബ്രിറ്റികൾ സാധാരണക്കാർ മാസം 12 ലക്ഷം വരെ മേടിക്കുന്ന ആൾക്കാരുണ്ട്. കടിയത്തിന് കൂടുന്നുണ്ട്. ഇതാകുമ്പോ കാക്കയുടെ വിശപ്പ് മാറും, പശുവിന്റെ കടിയും മാറും. രേണുസുധി എന്നാലും 12 ലക്ഷം ആയില്ലേ? ഷാജി അങ്ങനല്ലല്ലോ പറഞ്ഞത്. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. ഇപ്പം ഒരു 2 ആഴ്ച ആയതോടെ തുടങ്ങിയിട്ട് ഒരു 3 ലക്ഷം മാസം വരുമാനം ആകാറായി. എന്തൊരു ദാരിദ്ര്യോടെ. എന്നാലും ഇവിടെ ഒരു തൊലിക്കെട്ടി. എന്തായാലും ഒത്തിരി താങ്ക്സ്. നമ്മൾ എന്തോ ഇതിനകത്ത് കാണിക്കുന്ന കണ്ടന്റ് എന്താന്ന് ഓർത്ത് വരുന്നവരുമുണ്ട്. അത്ര വലിയ പുല്ലൊന്നും അല്ല. നമ്മളെല്ലാം ജീവിക്കുന്നതും നമ്മളൊരു ബിസിനസ് ചെയ്യുന്നതും നമ്മൾ ജീവിക്കുന്നത് തന്നെ പണത്തിനാണ്. പറയുന്ന അവരുടെ ഒരു സ്പിരിറ്റ് ഉണ്ടല്ലേ സാറേ? പണം ഉണ്ടെങ്കിൽ നമുക്ക് സമൂഹത്തിലും എല്ലായിടത്തും അംഗീകാരമുള്ളൂ. സത്യം പറയാലോ, ഒരു മാസം തട്ടി മുട്ടി ജീവിച്ചു പോണെങ്കിൽ തന്നെ ഒരു 1.5 കോടി രൂപ വേണം. നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നോ ഇൻഫർമേഷൻ, വിവരമില്ല. പണത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നതല്ല ഞാൻ പറഞ്ഞത്, നമുക്ക് പണം വേണം. നീ ഒന്നും പണയം